ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമൊക്കെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദാസേട്ടനായിട്ട് ബന്ധപ്പെടാൻ പറ്റി. അതിന് വഴി കാണിച്ചിരുന്നത് വലിയവീടൻ സുരേഷായിരുന്നു. പുള്ളി ഇവിടെ കട തുടങ്ങാൻ വരുന്ന സമയത്ത് തന്നെ ദാസേട്ടൻ്റെ കച്ചേരി എവിടെയുണ്ടോ പുള്ളി പോകും, ഞാനും പോകും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞാനൊരു 100 കച്ചേരിയെങ്കിലും പോയിട്ടുണ്ടാവും തോന്നുന്നു. ദാസേട്ടൻ്റെ വണ്ടിയിൽ കയറി പോയിട്ടുണ്ട്, ദാസേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ദാസേട്ടനോട് ചോദിക്കും കാണുമ്പോൾ, നീ ഇടുക്കിയിലെ ഡാമെങ്ങാനും പൊട്ടുകൂടാന്ന് ചോദിക്കുമായിരുന്നു. കാരണം ഒരു നാളിങ്ങനെ മൈക്കിലൂടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സംഗീതമേ അമരസല്ലാപമേ എന്നൊരു പാട്ട്. അപ്പോൾ റെക്കോർഡ് വെച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ചെന്ന് നോക്കുമ്പോൾ ഈ മഹാനുഭാവന്റെ പാട്ടാണ് കേട്ടത്. ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്ന എലിയാസ് സാറാണ്. സാർ നമസ്കാരം. സാറിൻ്റെ ഈ രംഗത്തേക്കുള്ള വരവൊക്കെ ബാല്യത്തിലായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പം ക്ലാസ്സിലെ മോണിറ്ററായിരുന്നു. 4ാം ക്ലാസ് മുതലൊക്കെയാണ് മോണിറ്റർ ഇതിലേക്ക് വരുന്നത്. അപ്പം സിനിമാ പാട്ട് കേട്ട് പഠിക്കുന്നത്, അന്ന് പാഠപുസ്തകം മേടിക്കാൻ കിട്ടുമല്ലോ, അത് മേടിച്ച് അതിനകത്തു നിന്ന് പാട്ടുകൾ പഠിക്കും. അങ്ങനെ പഠിച്ചാണ് സ്കൂളിലൊക്കെ ഈ വെള്ളിയാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ ഒരു പാട്ടിൻ്റെ പകുതിയെങ്കിലും പാടും. അങ്ങനെ ടീച്ചേഴ്സ് തന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഇതിനോട് കമ്പം കൂടി വന്നു പാട്ടിനോട്. അപ്പം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ നിലനിന്നുകൊണ്ട് എൻ്റെ ചാച്ചൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് പുള്ളിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നാ പാട്ട് പഠിച്ചപ്പോൾ എന്നെ മേടിക്കാൻ അല്ലെങ്കിൽ എന്നെ കിട്ടാനെന്ന ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇന്ന് പുറത്തു പോയി പഠിക്കാമെന്ന് വിചാരിച്ച് ആണ് ഞാൻ വെള്ളത്തൂൽ ഭാഗത്തേക്ക് വരുന്നത്. അവിടെ വർക്കിയും അന്നമ്മയാണ്. ജനം പാതറപ്പില്ല, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി. ഇപ്പം അമ്മയുണ്ട്, അവർ തോക്കുവാറ സെറ്റിൽഡാണ്. അങ്ങ് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ടുണ്ട്. കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ഞങ്ങൾ നടന്ന് വെള്ളത്തൂൽ പോയിരുന്നു. കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ചിത്രപുരത്ത് നിന്നല്ല, കുഞ്ചിത്തണ്ണി വഴി വന്ന് വെള്ളത്തൂൽ പോയിട്ട് ഞങ്ങളുടെ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ അടുത്തൊരു റൂമിലിരുന്നാണ് ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചത്. അത് ജെയിംസ് മാഷിൻ്റെ കീഴിലായിരുന്നു. പക്ഷെ പിന്നീട് ജെയിംസിൻ്റെ തന്നെ മാഷായ അജയകുമാർ ഉണ്ടായിരുന്നു അടിമാലി. പിന്നെ പുള്ളിയുടെ അടുത്തേക്ക് ഒരു 10-40 വർഷം മുമ്പ് വന്നു വിട്ടു. ഞങ്ങളൊക്കെ അടിമാലി സെറ്റിൽഡായി. അങ്ങനെ ആഴ്ചയിൽ ഒരു ക്ലാസ്സിന് വേണ്ടി അടിമാലി വരും, അവിടെ താമസിക്കും. മാർട്ടിൻപള്ളിയുടെ കീഴിലുള്ള ഒരു റൂമിലാണ് ഞങ്ങൾ കുറേ ആൾക്കാർ പാട്ട് പഠിക്കാൻ പറ്റുന്നത്. കുഞ്ചിത്തണ്ണിയുള്ള രവി, അടിമാലിയുള്ള മാത്യു, കുറേ പേരുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ വൈകിട്ട് ഒന്ന് താമസിച്ചിട്ട് വെളുപ്പിന് 4 മണിക്ക് എടുത്ത് മാഷ് ക്ലാസ് തരും. ഈ സംഗീത അധ്യാപകനാവണമെന്നുള്ള മോഹം ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു? അത് അധ്യാപകനാകണമെന്നില്ല, പാട്ട് പാടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് ഈ സ്കൂളുകളിൽ നിന്നൊക്കെ ചില ഓഫറുകൾ വന്നപ്പം ഇങ്ങനെ പാട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഈ മാർക്കിടാൻ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ മാഷിൻ്റെ അടുത്ത് തന്നെ കുറേ പഠിച്ചിട്ട് മൂലമാറ്റത്തുള്ള മാഷിൻ്റെ അടുത്ത് കുറച്ചാൾ പോയി. അങ്ങനെ കുറേ പഠിച്ചുകൊണ്ടാണ് പ്രൈവറ്റായിട്ട് ഈ ഗാനഭൂഷണം എഴുതാൻ പറ്റി. എനിക്ക് അന്ന് ചെന്നൈയിൽ എഴുതായിരുന്നു. അങ്ങനെ എഴുതി ആണ് പിന്നെ ഇതെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരുന്നു. അതിന് പഠിത്തത്തിന് ഒരു അർത്ഥമില്ലല്ലോ. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമൊക്കെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദാസേട്ടനായിട്ട് ബന്ധപ്പെടാൻ പറ്റി. അതിന് വഴി കാണിച്ചിരുന്നത് വലിയവീടൻ സുരേഷായിരുന്നു. പുള്ളി ഇവിടെ കട തുടങ്ങാൻ വരുന്ന സമയത്ത് തന്നെ ദാസേട്ടൻ്റെ കച്ചേരി എവിടെയുണ്ടോ പുള്ളി പോകും, ഞാനും പോകും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞാനൊരു 100 കച്ചേരിയെങ്കിലും പോയിട്ടുണ്ടാവും തോന്നുന്നു. ദാസേട്ടൻ്റെ വണ്ടിയിൽ കയറി പോയിട്ടുണ്ട്, ദാസേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ദാസേട്ടനോട് ചോദിക്കും കാണുമ്പോൾ, നീ ഇടുക്കിയിലെ ഡാമെങ്ങാനും പൊട്ടുകൂടാന്ന് ചോദിക്കുമായിരുന്നു. കാരണം ഞാൻ എവിടെ താമസിക്കുന്നത് പുള്ളിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ പുള്ളിക്ക് അറിയാനും പറ്റില്ല. ദാസേട്ടൻ അങ്ങനെ അത്ര ബന്ധങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് നാളായി. അതാണ് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ദാസേട്ടനോട് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് സംസാരിക്കാനും ഒക്കെ കിട്ടിയൊരു ബന്ധം. ഭയങ്കര. അങ്ങേക്ക് എത്ര ശിഷ്യഗണങ്ങളുണ്ട്? ഞാനിങ്ങനെ ശിഷ്യഗണങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ആദ്യം മാഷ് പോകുമ്പം മാഷിൻ്റെ അവധി ദിവസം ഞാൻ പോകും. അങ്ങനെ ആ ശിക്ഷണങ്ങൾ എനിക്കുള്ളൂ, അല്ലാതെ ഞാൻ ശിക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ പള്ളികളിലൊക്കെ പറഞ്ഞു കൊടുത്ത് പാട്ട് പഠിപ്പിക്കുന്നു, പള്ളിക്കോർ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. കലോത്സവങ്ങളിലൊക്കെ വിധികർത്താവായിട്ട് പോകുന്നുണ്ട്. കലോത്സവത്തിന് പോകും, സ്കൂൾ യൂണിവേഴ്സിറ്റിന് പോയിട്ടുണ്ട്, ജില്ലാ മത്സരം, സംസ്ഥാന മത്സരത്തിന് വരെ ജഡ്ജായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺസിലായിരുന്നല്ലോ ഞാൻ. ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ അന്ന് എറണാകുളം SSയുടെ കീഴിൽ വർഷത്തിലൊരിക്കൽ ഒരു കലാ പ്രോഗ്രാം ഉണ്ടാവും, മീറ്റ് ഉണ്ടാവും. അത് എല്ലാ SSന്നും പഠിച്ച് പാസ്സായി വരുന്നവർക്ക് സംസ്ഥാന തലത്തിലാണ് മത്സരം. അപ്പം ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, ഹിന്ദുസ്ഥാനി ഒന്നും പഠിച്ചിട്ടല്ല, ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഹിന്ദിയിലെ പാട്ട് പാടത്തേ ഉള്ളൂ. അതിനൊക്കെ എനിക്ക് പ്രൈസ് കിട്ടി. അങ്ങനെ ടെലിഫോൺസിൽ എറണാകുളത്തിൻ്റെ ഒരു ഗായകൻ ഞാനായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ ഓർക്കാൻ കാരണം എന്നെക്കാൾ വലിയ വായകൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തായാലും ഹിന്ദിയൊക്കെ ആ ഭഗവാനൊക്കെ പാടിയാണ് ഹിന്ദുസ്ഥാനിയിൽ
എനിക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ രംഗത്ത് നടന്ന് പിന്നെ ഗാനമേളയിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, സംഗീതമേ എന്നുള്ള അങ്ങയുടെ പാട്ട് റെക്കോർഡാണെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. അതെ അതെ. വന്നപ്പോഴാണ് സാറ് പാടുക എന്ന് എനിക്ക് തോന്നിയത്. ആ പാട്ട് തീർന്നു പാടാം. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. പൊതുവെ അങ്ങേക്ക് ലളിതഗാനങ്ങൾ, അതോടൊപ്പം തന്നെ സിനിമാ ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ ഇതൊക്കെ അറിയാം. ഏതിനോടാണ് കൂടുതൽ കമ്പം? പിന്നെ ക്ലാസിക്കൽ ഗാനത്തിനോടാണ് കൂടുതൽ. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ, വാക്കിളിമകളേ തേൻ കുറുമൊഴിയേ, അരിയൊരീമൂഞ്ഞാൽ അതിലിരുന്നാടൂ, കനകലിപികളിൽ എഴുതിയ കവിത തന്നഴകഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഈ രംഗത്ത് പാട്ടിന്റെ വഴിയിലൂടെ? ഒരു 40 വർഷം 40 വർഷമായിട്ടുണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സംഗീതത്തിൽ നമ്മൾ ഒന്നും പൂർണ്ണമാകാൻ കിട്ടുന്ന ഒരാളല്ലല്ലോ, എന്നും സംഗീതത്തിൽ കിട്ടുകയില്ല. എത്രത്താൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിങ്ങനെ ഇതുപോലെ ഞാൻ കച്ചേരി ഒന്നും പാടിയിട്ടില്ല. കച്ചേരി ആരെങ്കിലും കൂടത്തിരുന്ന് പാടിയിട്ടുള്ളൂ, ഒറ്റയ്ക്ക് കച്ചേരി ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. കച്ചേരിക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല ഒരുക്കങ്ങളും ഇതെല്ലാം നന്നായിട്ട് തന്നെ വേണം. മറ്റുള്ളവരുടെ കൂട്ടത്തിലൊക്കെ പാടുന്നു, ഗാനമേളയ്ക്ക് അത്യാവശ്യം നമ്മൾ പഠിച്ച പാട്ടും കൊണ്ട് ചെല്ലുന്നു, അങ്ങനെ പാടുന്നു എന്നുള്ളതുള്ളൂ. ആദ്യകാലങ്ങളിൽ ഞാൻ ഗാനമേളയ്ക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഒരു പാട്ടുള്ളൂ, പൂമാനമേ. പാട്ടൊന്ന് പാടാമോ? ഒരു പാട്ടുണ്ട്, ഇനി അത് പാടിക്കോടാ എന്ന് അച്ഛൻ പറയും. അപ്പം പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനലഴിയേൽ, പൂമാനമേ ഒരു രാഗമേഘം താ. മമ്മ ഗമഗ സഗമ സസമമ ഗമമ സസമമ ഗമമ ദദ മദമ്മ ഗമദ മമ ദദ ഗഗദ മമ ദദ ഗഗദ നിസ നിസരി സരി ഗരി സ ദദ മദമ ഗമ ഗരി ഗരി സരി ഗമ. താഴം പൂക്കൾ തേടും കാറ്റിൻ രാഗം, മേലേ കാട്ടിൽ പുഴ പാടും ഗാനം, ഒഴുകി ഒഴുകി വന്നു നിറഞ്ഞു, തഴുകി തഴുകി എന്നിലലിഞ്ഞു, ഒഴുകി 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 വന്നു നിറഞ്ഞു, തഴുകി തഴുകി എന്നിലലിഞ്ഞു, ഞാനാ ഗ്രാമത്തിൻ സംഗീതം, താഴം പൂക്കൾ തേടും കാറ്റിൻ രാഗം. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിൻ കണങ്ങളിൽ ഒഴുകി ഒഴുകി. 1000 പാദസരങ്ങൾ ഇലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. കലാരംഗത്ത് അങ്ങയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ എന്തെങ്കിലും സംഘടനകൾ വല്ലതും ഉണ്ടോ? ഇപ്പം ഞാൻ തൊടുപുഴയിൽ, ഞങ്ങളിവിടെ നിന്ന് തൊടുപുഴ ഇടയ്ക്ക് താമസമാക്കിയായിരുന്നു. ടീച്ചർ ഞാൻ പെൻഷനായപ്പോൾ ഒരു വീടൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് കഴിയുകയാണ്.
അവിടെ ചെന്നപ്പോൾ ഒരു സംഘടന പുതിയൊരു ഉണ്ടാക്കി. അവിടെയുള്ളവരെന്നെ വിളിച്ചു. ഫിലിം മേക്കേഴ്സിൻ്റെ ഈ അഭിനയിക്കാൻ പോകുന്നവരുടെ എല്ലാം കൂടെ കൂടിയുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ സെക്രട്ടറി ഞാനാണ്. പ്രസിഡന്റ് അവിടെയുള്ള സജിത ഭാസ്കർ തൊടുപുഴക്കാർ തന്നെയാണ്. ഇടയ്ക്ക് മാസത്തിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കമ്മിറ്റിയെ കൂടുകയും കലാകാരന്മാരെല്ലാം പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചാണ് പിരിയുന്നത്. അതവിടെ തൊടുപുഴ അതിനുള്ളൊരു ഹോളുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് രൂപീകരിച്ചേക്കെന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ മെമ്പേഴ്സിലുള്ള ആരുടെയെങ്കിലും കല്യാണമൊക്കെ വരുമ്പോൾ തലേദിവസം ഞങ്ങളുടെ വീതമായിരിക്കും ഒരു ഗാനമേള. ഗാനമേള എന്ന് പറഞ്ഞാൽ കരാക്കി ഗാനമേളയാണ്. അത് സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒക്കെ പൈസ അവർ കൊടുക്കും. പിന്നെ അത്യാവശ്യം കുറച്ച് പൈസ എന്തെങ്കിലും അവർ തരുള്ളൂ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെയാണെങ്കിലും പോയി അത് അവതരിപ്പിക്കും. കുറേ 10-20 മെമ്പേഴ്സുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നു. അത് ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ട് 3 വർഷമായി. ഇപ്പോൾ സെക്രട്ടറി സ്ഥാനം മാറേണ്ട ആയി. ഇനിയിപ്പോൾ അടുത്ത സെക്രട്ടറിനെ തപ്പി എടുക്കണം. തൻ്റെ വീട്ടുവിശേഷങ്ങൾ? വീട്ടിൽ ഭാര്യ ലിസമ്മ സ്കൂളിലെ HM ആയിട്ട് പെൻഷൻ പറ്റി. 2 ആൺകുട്ടികളാണ്, അലനും ആൽബിനും. ആൽബിൻ അയർലൻഡിലാണ് ഭാര്യ സഹിതം. അതിനകത്തൊരു പ്രത്യേകത, ആൽബിൻ്റെ വൈഫും അയർലൻഡ് തന്നെയാണ്. എൻ്റെ സംഗീത മാഷിൻ്റെ മോളാണ് ഈ മകൻ്റെ വൈഫ്. സംഗീത മാഷ് ഇപ്പോൾ നിലവില്ല, പുള്ളി മരിച്ചുപോയി. ആ കുട്ടി നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. അവൾക്ക് നല്ല സംഗീതത്തോട് നല്ല കമ്പവും. അവൾ ആദ്യകാലങ്ങളിൽ ഞാനൊക്കെ റെക്കോർഡിങ് പാടുന്നതിന് മുമ്പ് ആ കൊച്ചു പാടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ, ചെറുപ്രായത്തിൽ. ഇളയാള് അലൻ, അവനിപ്പം HR MBA കഴിഞ്ഞിട്ട് പുള്ളി അവിടെ എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും റിട്ടയർഡായി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. വൈഫും ഞങ്ങൾ വിശ്രമ ജീവിതം നയിക്കുന്നു. ഒരുപാട് ക്ലേശകരമായ വഴിത്താരയിലൂടെ മുന്നോട്ട് പോയാണ് എലിയാസാർ പാട്ട് പഠിച്ചത്. ഇന്ന് അനേക ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കാനും ഈ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ ചെയ്യാനും എലിയാസാറിന് കഴിഞ്ഞിട്ടുണ്ട്. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.